എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് നീന മാത്യു എഴുതിയ ഓഡ് ടു ദ റെയിൻ എന്നതിലെ കുറച്ചു വരികളാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ മഴയോടുള്ള ഒരു വളരെ പേഴ്സണൽ ആയ ഒരു സംഭാഷണമാണ്. ഇതിലെ ഓർമ്മകളും ഇഷ്ടങ്ങളുമൊക്കെ എന്താണെന്ന് നമുക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയാലോ? തീർച്ചയായും. ഇത് ഒറ്റ നോട്ടത്തിൽ വളരെ സിമ്പിളായിട്ട് തോന്നാം. പക്ഷേ ഓർമ്മകളും പിന്നെ നമ്മുടെ ഈ ഇന്ദ്രിയാനുഭവങ്ങളില്ലേ, അതൊക്കെ ചേരുമ്പോൾ ഒരു പ്രതിഭാസത്തോട് നമുക്ക് എത്രത്തോളം ഒരു വൈകാരികമായ അടുപ്പം വരാം എന്നതിന്റെ നല്ലൊരു ഉദാഹരണമാണ്. ശരിയാണ്. മഴയുടെ ആ ഒരു ശബ്ദം, പുതുമണ്ണിന്റെ മണം, പഴയ ഓർമ്മ, അതൊക്കെ ഇതിലെ നന്നായിട്ട് കാണാം. അതെ, ആദ്യം തന്നെ ആ കഴിഞ്ഞ ജൂണിലെ ഒരു അനുഭവമാണ് പറയുന്നത്. സ്കൂട്ടറിൽ ഹോസ്റ്റലിൽ നിന്നും വീട്ടിലേക്ക്, അതും 2 മണിക്കൂറോളം മഴയത്ത് പോയൊരു കാര്യം. വെറുതെ നനയുകയല്ല, മഴ പുണർന്നുകൊണ്ടേയിരുന്നു എന്നാണ് പറയുന്നത്. ആ വാക്ക് അല്ലേ? അതെ, ആ ഒരു വാക്ക് തന്നെ. അവിടെ തന്നെ കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആവുന്നുണ്ട്. ഉണ്ട്. കാരണം പുണരുക എന്ന് പറയുമ്പോ അതൊരു വെറും ഒരു ഫിസിക്കൽ എക്സ്പീരിയൻസ് അല്ല. ശരിയാണ്. അതിനൊരു ഇമോഷണൽ തലം കൂടിയുണ്ട്. ഒരു സേഫ്റ്റി, അല്ലെങ്കിൽ ഭയങ്കര ഒരു അടുപ്പം. 2 മണിക്കൂർ നിർത്താതെ പെയ്യുന്ന മഴയത്ത് നനഞ്ഞു കുളിച്ചുള്ള ആ യാത്ര സാധാരണഗതിയിൽ അത്ര സുഖമുണ്ടാവില്ല. പക്ഷേ ഇവിടെ അതൊരു മറക്കാനാവാത്ത ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഓർമ്മയായി. ഒരു പക്ഷേ ആ പ്രായത്തിലെ ഒരു സാഹസികത അതായിരിക്കാം, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി കിട്ടിയ ഒരു ഫ്രീഡം, അതൊക്കെ ആവാം അതിനെ അത്രയും മനസ്സിൽ പതിപ്പിച്ചത്. ഓർമ്മകൾ അങ്ങനെയാണല്ലോ, ചില അപ്രതീക്ഷിത സംഭവങ്ങൾ കൂടുതൽ ആഴത്തിൽ നിൽക്കും. ശരിയാണ്.